അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 42 അധ്യായം 16 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുന്നിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയും ആക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 39 വാക്യമാണ് നാം കേട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 1 വാക്യത്തിൽ ഒരു പിറവി കുരുടനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം പാപം ചെയ്തു, അവനോ അവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചതിന് യേശു കൊടുക്കുന്ന മറുപടി, അവനാകട്ടെ അവൻ്റെ അമ്മയപ്പന്മാരാകട്ടെ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്രേ അവൻ കുരുടൻ ആയി ജനിച്ചത് എന്നായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായം 3 വാക്യത്തിൽ നമുക്കിത് വായിക്കുവാൻ കഴിയും. പിറവിക്കുരുടൻ്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ അമ്മയപ്പന്മാർക്ക് പോലും യഹൂദന്മാരെ ഭയമായിരുന്നു. യേശു തങ്ങളുടെ മകനായ പിറവിക്കുരുടനെ സൗഖ്യം കൊടുത്തുവെന്ന് മാതാപിതാക്കൾ പറയുകയാണെങ്കിൽ അവരെ പള്ളിഭ്രഷ്ടർ ആക്കുവാൻ അന്നുണ്ടായിരുന്ന പള്ളി പ്രമാണികൾ തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മകൻ എങ്ങനെ കാഴ്ച പ്രാപിച്ചു എന്ന ചോദ്യത്തിന് മാതാപിതാക്കൾ കൊടുത്ത ഉത്തരം, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പിൻ എന്നായിരുന്നു. കുരുടൻ ആയിരുന്നവനോട് യഹൂദന്മാർ ചോദിച്ചു, നീ എങ്ങനെ സൗഖ്യമായി എന്ന്. അവൻ പറഞ്ഞു, യേശു സൗഖ്യമാക്കി. യഹൂദന്മാർ അതിന് ഉത്തരമായി പറഞ്ഞത്, നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക, യേശു പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ്. എന്നാൽ കുരുടൻ ആയിരുന്നവൻ അവർക്ക് കൊടുക്കുന്ന മറുപടി നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളി തന്നെയാണ്. അവൻ പറഞ്ഞു, യേശു പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, എന്നാൽ ഇപ്പോൾ കാണുന്നു. കുരുടനായിരുന്നവൻ ഇത്രയ്ക്കും പറഞ്ഞിട്ടും യഹൂദന്മാർ യേശുവിനെ വിശ്വസിച്ചില്ല. വീണ്ടും കുരുടനായിരുന്നവനോട് ചോദിക്കുകയാണ്, യേശു നിനക്ക് എന്ത് ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നുവെന്ന്. ഇതിനുത്തരമായി അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ നിങ്ങളോട് എൻ്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് പറഞ്ഞുവെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്കും യേശുവിൻ്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. അതിന് യഹൂദന്മാർ, നീ യേശുവിൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, അവനോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. നീ പറയുന്ന യേശു എവിടെ നിന്ന് എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നായിരുന്നു. കുരുടനായിരുന്നവൻ അവർക്ക് തക്ക ഉത്തരം കൊടുത്തു, എൻ്റെ കണ്ണ് തുറന്നിട്ടും യേശു എവിടെ നിന്നെന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. എന്നിട്ട് അവൻ തുടരുകയാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ അടുക്കിൽ നിന്നും വന്നവനല്ലെങ്കിൽ യേശുവിനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പിറവിക്കുരുടൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ കുരുടനായിരുന്നവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, യജമാനനെ, അവൻ ആർ ആകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. ഈ സമയത്ത് യേശു പറഞ്ഞ വാക്കുകളാണ് നാം തുടക്കത്തിൽ കേട്ടത്. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടർ ആകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായത്തിലെ ചില വാക്യങ്ങളാണ് നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് യെശയ്യാ പ്രവചനം 42 അധ്യായം 16 വാക്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും. ഒരു കുരുടനാണെങ്കിൽ ആ വ്യക്തിയെ വഴി നടത്തുന്നവർ വിശ്വസ്തരും വഴി അറിയാവുന്നവരും ആണെങ്കിൽ കുരുടൻ നിശ്ചയമായും രക്ഷപ്പെടും.
തന്നെ വഴി നടത്തുന്ന വ്യക്തിയുടെ കരം പിടിക്കുകയും തൻ്റെ വഴികാട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെയാണ് ആത്മീക അന്ധന്മാരായവരുടെ കാര്യവും. യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുവാനായി വെമ്പൽ കൊള്ളുന്ന മനുഷ്യരാണ് ഭൂമിയിലെങ്ങുമുള്ളത്. അതിനുവേണ്ടിയാണ് ജനം ഓടി അലയുന്നത്. ബൈബിളിൽ അപ്രകാരം ദൈവത്തെ അന്വേഷിച്ച് നടന്ന് ക്ഷീണിച്ചു പോയ ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നിന്റെ വഴിയുടെ ദൂരനിമിത്തം ക്ഷീണിച്ചു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. യെശയ്യാ പ്രവചനം 57 അധ്യായം 10 വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്താണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദന്മാരോട് കർത്താവ് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. വഴിയുടെ ദൂരനിമിത്തം ക്ഷീണിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ച യഹോവയായ ദൈവം അവരുടെ സമീപത്തന്നെ ഉണ്ടായിരുന്നിട്ടും അവർ അവരുടെ തൈലവുമായി മോലേക്ക് എന്ന ദേവൻ്റെ വിഗ്രഹത്തിനടുത്തേക്ക് പോവുകയാണ് എന്ന് യെശയ്യാ പ്രവചനം 57 അധ്യായം 9 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ജീവനുള്ള സത്യദൈവമായ യഹോവയുടെ അഥവാ യേശുവിൻ്റെ അടുക്കൽ വരാത്തതിൻ്റെ കാരണം യെശയ്യാ പ്രവചനം 57 അധ്യായം 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കപടം കാണിക്കുന്നവരും യഹോവയുടെ കൽപ്പനകൾ അഥവാ യേശുവിൻ്റെ കൽപ്പനകൾ ഓർക്കുകയോ അത് അനുസരിക്കുകയോ ചെയ്യാത്തവരായിരുന്നു. എന്തുകൊണ്ടാണ് കപടം കാണിക്കുകയും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ ആരെയോ ഭയപ്പെടുന്നു. മനുഷ്യ ഭയമൊരു കെണിയാകുന്നുവെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. തന്നെയുമല്ല മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, ഗണ്യമാക്കുവാൻ അവൻ എന്തുള്ളൂ എന്നും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായത്തിലെ പിറവിക്കുരുടൻ അല്പം പോലും ഭയമില്ലാതെ യേശുവിനെ തൻ്റെ കർത്താവായി സ്വീകരിച്ചു. കുരുടൻ എന്ന വാക്കുകൊണ്ട് യേശു അർത്ഥമാക്കിയത് എന്തെന്നാൽ, യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും അനവധി ചെയ്തുകൊണ്ട് യഹൂദന്മാരുടെ മുമ്പിൽ നിന്നിട്ടും കുരുടനായവൻ്റെ കണ്ണ് തുറന്നിട്ടും മോശയെയും ന്യായപ്രമാണത്തെയും അറിഞ്ഞിട്ടും യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. കാരണം അവർ മുഴുപാപികളായിരുന്നു. സ്വയം നീതീകരണം നടത്തുന്നവരും മോശയുടെ പ്രമാണം അനുസരിക്കാത്തവരുമായിരുന്നു അവർ. മോശയ്ക്ക് പ്രമാണം കൊടുത്ത ഒറിജിനൽ യഹോവയായ ദൈവം യേശു എന്ന രൂപത്തിൽ അവരുടെ കണ്ണിൻ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. എന്നാൽ ജനിക്കുമ്പോൾ തന്നെ കുരുടനായിരുന്നവൻ യേശുവിൻ്റെ അത്ഭുതങ്ങളെ അന്നുവരെ കണ്ടിരുന്നില്ലെങ്കിലും തന്നെ സൗഖ്യമാക്കിയവനെ അവൻ അതുവരെയും നേരിൽ കണ്ടിട്ടില്ലായിരുന്നെങ്കിലും ഒരു കാര്യത്തിൽ അവൻ ഉറപ്പുണ്ടായിരുന്നു, മനുഷ്യൻ്റെ കണ്ണ് തുറക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന അറിവ് അവനുണ്ടായിരുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കുരുടനായിരുന്നവനോ അവൻ്റെ അമ്മയപ്പന്മാരോ പാപികളായതിനാലാണ് ഇവൻ കുരുടനായി ജനിച്ചതെന്ന്. അതുപോലെ തന്നെ കണ്ണുണ്ടായിട്ടും യേശുവിനെ തിരിച്ചറിയാതിരുന്ന യഹൂദന്മാർ കുരുടനായിരുന്നവനെ വിളിച്ചത് നീ മുഴുവൻ പാപത്തിൽ പിറന്നവൻ എന്നായിരുന്നു. എന്നാൽ ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനും മനുഷ്യൻ്റെ നിരൂപണങ്ങൾ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നവനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനുമായ യേശു കർത്താവ് പറയുകയാണ്, അവൻ്റെ അമ്മയപ്പന്മാർ പാപികളല്ല. കുരുടനായിരുന്നവനും പാപിയല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, കൃത്യമായി യേശുവിനെ മനസ്സിലാക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടോ? യേശുവിനോട് തന്നെ പറയൂ, യേശുവെ, എനിക്ക് നിന്നെ അടുത്തറിയുവാൻ ആഗ്രഹമുണ്ടെന്ന്. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ആരെയും അവൻ കളയുകയില്ല. എന്നാൽ ഒരു വ്യവസ്ഥ അവൻ വയ്ക്കും. അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത് എന്ന വ്യവസ്ഥയാണ് യേശു നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അധികം തിന്മയായത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഗന്ധകം കത്തുന്ന തീ പൊയ്കയാണ് ഏറ്റവും തിന്മയായത്. അതിൽ നിന്നും രക്ഷ നേടുവാൻ നാം ചെയ്യേണ്ടത് സ്വർഗത്തിലേക്ക് പോകുവാൻ വഴി അറിയാവുന്ന യേശുവിൻ്റെ ആണിപ്പാടുള്ള കാൽപാദം പിന്തുടരുക എന്നത് മാത്രമാണ്. അതിന് നാം ചെയ്യേണ്ടത് യേശു പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നാം യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്നതാണ്. എന്നാൽ യേശു നമുക്ക് വഴി പറഞ്ഞു തരും. അവൻ നമ്മെ ഇന്നുവരെയും നാം നടന്നിട്ടില്ലാത്ത പുതുവഴിയിൽ കൂടി നടത്തി നമ്മുടെ ഹൃദയത്തിൽ വഴി തിരിച്ചറിയാതെ വണ്ണം നിറഞ്ഞു നിൽക്കുന്ന സാത്താന്യ ശക്തികളെ നീക്കി ദൈവിക വെളിച്ചം ഹൃദയത്തിൽ തന്ന് ദുർഘടമായ സാത്താൻ്റെ ചതിക്കുഴിയുള്ള വഴിയിൽ ചെന്നെത്താതെ വണ്ണം ദൈവസന്നിധിയിൽ തന്നെ ചെല്ലുവാൻ ഇടവരുത്തും. നമ്മുടെ ആത്മാവിൻ്റെ അന്ധത മാറ്റി ആത്മാവിൻ്റെ കണ്ണ് തുറക്കുകയും
നാം യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും വ്യാജത്തെ പിന്തുടരാതെ ജീവരക്ഷ പ്രാപിക്കുവാൻ യേശു ഇടവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ യേശുവിൻ്റെ കൽപ്പനകൾ എങ്കിലും വായിക്കുകയും അത് അനുസരിക്കുകയും ചെയ്തുകൊണ്ട് അവനെ നമ്മുടെ നല്ല വഴികാട്ടിയായി നമുക്ക് സ്വീകരിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സ്വസ്ഥതയില്ലാത്തവർക്ക് സ്വസ്ഥത കൊടുക്കണമേ. പീഡനം അനുഭവിക്കുന്ന ജനത്തെ അങ്ങ് വിടുവിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും വേണ്ട ദൈവകൃപ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കൾക്കും നൽകി തരയണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.